എൻ്റെ പേര് സിന്ധു. ഞാൻ ആദ്യം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ്. കൊല്ലം കുണ്ട്രയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2000 ഞാനിവിടെ വന്ന് ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ട് പ്രാർത്ഥിച്ച് പോയതാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. കാരണം ഒരുപാട് ജനങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് എന്നെ എന്ന് ഉടമ്പടി എടുക്കാൻ അമ്മ വിളിക്കുന്നോ അന്ന് ഞാൻ വരാം എന്നും പറഞ്ഞാൽ പോയത്. പക്ഷേ 2025 19-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിനുള്ളിൽ തന്നെ എനിക്ക് ഒരു ഭവനമില്ലായിരുന്നു. ഞാൻ കൊല്ലത്ത് എൻ്റെ മകൾ LLBക്ക് പഠിക്കുന്ന സമയത്ത് കേരളപുരത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അവിടെ അടുത്ത് തന്നെ പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും പറയും എനിക്കിവിടെ വന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാനും എനിക്ക് കൃപാസനത്തിൽ പോകാനും ഒക്കെ ഉള്ളൊരവസരം അവിടുന്ന് പറ്റുമല്ലോ. അതുകൊണ്ട് എനിക്കൊരു ഭവനം ഒരുക്കി തരണം. അതുപോലെ തന്നെ എൻ്റെ മകളുടെ വിദ്യാഭ്യാസം, അവളുടെ ജോലി, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നിന്ന് പറയുമായിരുന്നു. എന്നും ഞാൻ വിശ്വാസ ജീവിതത്തിൽ 6 വർഷം കൊണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ആ വിശ്വാസത്തിലാണ് ജീവിച്ചു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ നിശ്ചിത സമയം കൊണ്ട് തന്നെ എനിക്കൊരു ഭവനം ഒരുക്കാൻ പറ്റി. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ. ഞാൻ സമയം നോക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. ബൈബിളും എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പടവും ഒക്കെയായി ഒരു മെഴുകുതിരിയുമായാണ് ഞാൻ ആ വീടിനകത്ത് കടന്നത്. അതിനുശേഷം ആദ്യം വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു ദിവസം നോക്കുമ്പം 7 തൊടിയിൽ നിറഞ്ഞ് വെള്ളം കിടക്കുന്ന ആ കിണറ്റിൽ വെള്ളം ടാപ്പ് തുറക്കുമ്പോഴെല്ലാം ചായയുടെ കളറിലാണ് വെള്ളം വരുന്നത്. ആകെ വിഷമിച്ച് എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്നിട്ട് അമ്മയെ നോക്കി പ്രാർത്ഥിച്ച് ഇതിങ്ങനെ ആയ പറ്റത്തില്ലല്ലോ. എന്താ ഞാൻ ആരോടും ചോദിച്ചിട്ടല്ലല്ലോ, എൻ്റെ അമ്മയുടെ അടുത്തും എൻ്റെ അപ്പൻ്റെ അടുത്തും മാത്രമല്ലേ ഞാൻ അനുവാദം ചോദിച്ചത് വാങ്ങിച്ചത്. ഇതിനെന്താ വേണ്ടുന്നത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനെന്നും പ്രാർത്ഥനയിലും മറ്റും ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഹസ്ബൻഡും ഇത് തന്നെയാണ്, കൊന്ത ചൊല്ലി പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ അവരെ ഒന്നും നിർബന്ധിച്ചിട്ടില്ല. മകളെയും നിങ്ങളെന്താ വിശ്വസിച്ചോളൂ എന്നേ ഞാൻ പറയാറുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഈ കർത്താവിൻ്റെയും മാതാവിൻ്റെയും വിശ്വാസത്തിൽ എൻ്റെ കുടുംബത്തെ കൊണ്ടുവരണേന്ന്. അത് സംഭവിക്കുകയും ചെയ്തു. അവർ പ്രാർത്ഥനയിൽ അവർ തന്നെ സ്വയം തിരഞ്ഞെടുത്ത് കൊന്ത ചൊല്ലി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ മുട്ടിന് അവിടെ ഒരു പള്ളിയുണ്ട്. എനിക്ക് അവിടെ പോയി എല്ലാ ഞായറാഴ്ചകളും ഞാൻ അവിടെ പോകാറുണ്ട്. പോയി പ്രാർത്ഥിക്കുമ്പം എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പറയും, ഞാൻ മനസ്സാ കുർബാന സ്വീകരിച്ച ഒരാളാണ് എൻ്റെ അപ്പ എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ഈ മുട്ടിൻ്റെ പ്രശ്നം അവിടുന്ന് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് എൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടല്ലോ അമ്മേ, എനിക്ക് അവിടെ ചെന്നൊന്ന് മുട്ടുമേലൊന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഇതിങ്ങനെ, ഞാൻ ഇത്രയും പൂർണ്ണമായും നിങ്ങളെ വിശ്വസിക്കുന്നതാണല്ലോ, എന്നിട്ട് എനിക്കതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിട്ടാണ് പോയത്. പക്ഷേ ആ പള്ളിയുടെ ഉദ്ഘാടന ദിവസം തന്നെ എനിക്ക് ആ ആൾത്താര ഇവിടുന്ന് അതിനേക്കാൾ കൂടുതൽ ദൂരമുണ്ട്. അവിടുന്ന് ഞാൻ മുട്ടുമ്മേ നിന്നിട്ട് എഴഞ്ഞ് അൾത്താരയുടെ അവിടം വരെ വന്ന് നമസ്കരിച്ച് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മുട്ടിൻ്റെയും അതുപോലെ തന്നെ ഇടത്തെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെയും വേദന ഇവിടുത്തെ തൈലം തൊട്ടാണ്. ഞാൻ എന്തെങ്കിലും വേദന അനുഭവപ്പെടുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ തൈലം എടുത്ത് തൊട്ട് എന്നിട്ട് അതുമല്ല, നമ്മളെല്ലാം വിശ്വസിക്കേണ്ടുന്ന വേറൊരു കാര്യമുണ്ട്. അമ്മയെ എനിക്കൊരു കന്യാസ്ത്രീ അമ്മയാണ് ഈ മാതാവിൻ്റെ പടം ആദ്യമായി എനിക്ക് തരുന്നത്. അതെൻ്റെ ഈ വീടിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കർത്താവിൻ്റെ കൂടെ. ഞാൻ അതിൽ നോക്കി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴും എനിക്ക് ഇവിടെ നിന്നും കിട്ടി. എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ കാണും അത്. അപ്പോൾ ഞാനിങ്ങനെ എന്നും വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ ഈ ഭവനം ഒരുക്കിയത് ഒരു വലിയ പുരയിടമായിരുന്നത് പല ഭാഗങ്ങളായി പലരും വാങ്ങിച്ച്. പക്ഷേ എനിക്ക് പറയേണ്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എൻ്റെ ആ ഭവനത്തിൽ വന്നു കയറുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തൊരു പോസിറ്റീവ് എനർജിയായി ഈ ഭവനത്തിന് എന്ന് ചോദിക്കും ആര് വന്നാലും. കാരണം അപ്പം ഞാൻ പറയും എൻ്റെ കൃപയല്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വാസമായി ഇവിടെ ഉള്ളത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, തമ്പുരാനെ എൻ്റെ അമ്മേ, ഞാൻ വെറും ഒരു വാടകക്കാരി മാത്രമാണ്, ഇത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഭവനമാണ്. ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന് എൻ്റെ അപ്പനും അമ്മയും തീരുമാനിക്കേണ്ടതെന്ന് ഞാൻ പറയാറുണ്ട്. അത്
ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളായ എല്ലാ വിശ്വാസികളും അങ്ങനൊരു വിശ്വാസത്തിൽ പോകുമ്പോൾ മാത്രമേ നമ്മളോടൊപ്പം നമ്മുടെ അപ്പനും അമ്മയും നിൽക്കത്തുള്ളൂ. എന്ത് കിട്ടും ഏത് കിട്ടും എന്നല്ല ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. നമ്മൾ അവരെ സ്നേഹിച്ച് അവരോടൊപ്പം കൂടി നടന്നാൽ നമ്മൾ എന്ത് ചോദിക്കേണ്ട, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവർക്കറിയാൻ പറ്റും, നമ്മളൊന്നും പറയണ്ട. പക്ഷേ എന്നാലും അതിലുപരി മനുഷ്യനായതുകൊണ്ട് ചോദിച്ചു പോകും. നമ്മൾ ചോദിക്കുമ്പം നമുക്ക് കറക്റ്റായിട്ട് സമയബന്ധിതമായി തന്നെ നമുക്കത് കാര്യങ്ങൾ സാധിച്ചു തരും. എന്നിട്ട് ഞാൻ മിക്കവാറും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുക, എല്ലാവരും ചോദിക്കുക എത്രാമത്തെ ഉടമ്പടി എടുത്തപ്പോഴാ കാര്യം നടന്നതെന്ന്. അപ്പം ഞാൻ പറയാം, അങ്ങനല്ല ചിന്തിക്കേണ്ടുന്നത്. എത്രാമത്തെ ഉടമ്പടിയിലാണെന്നല്ല, അപ്പൻ്റെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഇന്നും എന്നോടൊരാൾ ചോദിച്ചു ഇവിടെ വന്നപ്പോൾ. പക്ഷേ എൻ്റെ മകൾക്ക് ജോലിയുടെ സമയമായി, ഞാൻ ചോദിച്ചതുപോലെ തന്നെ ജോലി തന്നു. അത്രമാത്രം നമ്മൾ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ഞാൻ വാഹനം ഓടിക്കുന്ന ആളാണ്. പല പ്രാവശ്യവും നാഷണൽ പെർമിറ്റ് വണ്ടി എന്ന് വെച്ചാൽ പറഞ്ഞുകൂടാ, എന്നാലും എനിക്കൊരു ഇത്തിരി സ്പീഡ് കൂടുതലുള്ള ആളാണ്. ഒരു റേസിംഗ് എഡീഷൻ വണ്ടി എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുമായിട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ഞാൻ. എന്നാലും നിയമങ്ങൾ പാലിച്ച് തന്നെയാണ് സഞ്ചരിക്കാറുള്ളത്. എത്രയോ പ്രാവശ്യം എന്നെ ആ അപകടങ്ങളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് പോകുന്നപോലെ തോന്നും. പക്ഷേ ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം കണ്ണൊന്നടയ്ക്കും, പിന്നെ കാണുന്നത് എന്നെ ആരോ എടുത്തു മാറ്റി നിർത്തിയതുപോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ശരീരത്തിനൊരു കുളിരനുഭവപ്പെടും. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞ ആളാണ്. നമ്മൾ ദൈവത്തിനെ തേടിയാൽ, നമ്മുടെ അപ്പനെയും അമ്മയും തേടിയാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അതിന് അവരെ തേടണം ആദ്യം, പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ പറയാവൂ നമ്മൾ. ഞാനതെൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത സമയത്ത്, ഈ കഴിഞ്ഞ മാസം പെരുമ്പുഴയിൽ നിന്ന് ഞാൻ മകളെ കൊല്ലത്ത് വിട്ടിട്ട് തിരിച്ച് ഓടി വരുമ്പം 3 മുക്കിൽ നിന്ന് ഒരു വലിയ ബസ് വന്നിട്ട്, അഷ്ടമുടി ബസ് വന്ന് തിരിഞ്ഞു വരുന്നത്, പുറവിൽ ഞങ്ങൾ കുറേ പേര് നിൽക്കുക. അവർ പുറവിൽ ആളിനെ നോക്കാതെ വണ്ടി പുറകോട്ടിങ്ങെടുത്ത്. അപ്പോഴത്തേന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ്, നീ വണ്ടി വിട്ടിട്ട് ചാടുന്ന എന്നോട് പറഞ്ഞു. എനിക്ക് പറയുമ്പം തന്നെ ഒരു വല്ലാത്ത അനുഭവമാണ്. ഒരു പെൺപിള്ളേർക്കും അങ്ങനെ തോന്നാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നില്ലേ, ആൺപിള്ളേർ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് വണ്ടി തള്ളിയിട്ടിട്ട് ഞാനങ്ങ് ചാടി മാറുമായിരുന്നു. അവിടെ നിന്ന് ജനങ്ങൾ മുഴുവൻ അവരെ വഴക്കം നോക്കുമ്പം എനിക്കതന്നേരം ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് എനിക്ക് പറയുമ്പം തന്നെ ഇപ്പോൾ തന്നെ ഒരു വല്ലാത്ത അനുഭവം ഉണ്ടാകുന്നുണ്ട്. ആ ഫസ്റ്റ് വീൽ ആ വണ്ടിയുടെ അടിയിലാണ് കിടക്കുന്നത്. എൻ്റെ ഒരു ഇതുകളും ആ ഒരു പോറൽ പോലും എൻ്റെ വണ്ടി കേട്ടിട്ടുമില്ല, ഒന്നുമില്ല. അതുപോലെ എൻ്റെ കിണറ്റിലെ വെള്ളത്തിൻ്റെ കളറ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ അവസ്ഥയിലാണ് പാത്രത്തിൽ പിടിച്ചപ്പം വെള്ളം കണ്ടത്. അരമണിക്കൂറിനകത്താണ് എനിക്ക് ഫലം തന്നത്. അടുത്തത് ഞാൻ കാണിക്കാം. ഗ്ലാസ്സിൽ എടുത്തുകൊണ്ട് എന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അമ്മയുടെ മുമ്പിൽ വെച്ച് കൊടുത്തതായത്. ഗ്ലാസ്സിൽ കളറ്, ചായയുടെ കളറാണ്. അത് കഴിഞ്ഞ് അരമണിക്കൂർ മുട്ടുമേ നിന്ന് ഞാൻ സങ്കടത്തോടെ ചോദിച്ചു, ഞാനിവിടുന്ന് ഇറങ്ങിപ്പോണോ അമ്മേ, പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ കിട്ടിയതാണ് ഈ ഗ്ലാസ്സിലിരിക്കുന്ന ഈ വെള്ളം. ഉപ്പ് ഞാൻ കിണറ്റിൽ ഇട്ട് അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ഞാൻ തിരി കത്തിച്ച് അവിടെ കൊണ്ടുവയ്ക്കും കിണറിൻ്റെ അടുത്ത്. എൻ്റെ അടുത്ത് പറഞ്ഞതാ, ഈ തൊടി ശരിയാക്കുന്നവർ 3 തൊടി ഇറക്കണം, അതിനകത്ത് മെറ്റിലിടാം, നെല്ലിപ്പലക പിന്നെ വെച്ച് തരാം, 1,00,000 രൂപയാവും. ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ചെയ്യാണ്ടല്ലേ പറ്റും, എങ്ങനെയായാലും ചെയ്യണമല്ലോ, നമുക്ക് വെള്ളം കുടിക്കണമല്ലോ ആദ്യം. അങ്ങനെ അന്നേരം എനിക്കൊരു ചഞ്ചലപ്പ് എൻ്റെ മനസ്സിനില്ല. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ പരിപൂർണ്ണ വിശ്വാസത്തോട് തന്നെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്ത് തന്നെ ഇടതും വലതും 2 കിടപ്പ് രോഗികളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. അതിലുപരി ഈ പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോകുന്ന എത്രയോ മക്കൾക്ക് ഭവനമൊരുക്കുകയും കുഞ്ഞുങ്ങളെ കൊടുക്കുകയും ഒക്കെ ചെയ്ത ഈ ഭവനത്തിൽ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രേക്ഷിത വേല ചെയ്യുന്ന ഓരോ കന്യാസ്ത്രീ അമ്മമാരെ, അതിലുപരി എൻ്റെ ജോസഫ് അച്ഛനും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ കൂട്ടാറുണ്ട്. ആയുസ്സും ആരോഗ്യമായിരിക്കാൻ. ഞാൻ ഇന്ന് മുകളിൽ കയറിയപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, കഴിഞ്ഞ തവണ വന്ന് ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയപ്പം അച്ഛൻ്റെ മുഖത്തൊരു മ്ലാനത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇപ്പം കണ്ടപ്പം വീണ്ടും അച്ഛൻ ഓരോ ദിവസം കഴിയും തോറും മുഖത്തിന് എന്തൊരു തേജസ്സാണ്. കാരണം അത് അമ്മ കൊടുക്കുന്നതല്ലേ, അമ്മയുടെ കാര്യങ്ങളല്ലേ നമുക്ക് പറഞ്ഞു തരാം. ഞാനതുപോലെ തന്നെ ചൊവ്വാഴ്ച തോറും ധ്യാനത്തിൽ പങ്കെടുക്കാറുണ്ട് ഓൺലൈനിൽ. നിങ്ങളെല്ലാവരും അത് ചെയ്യണം, ഞാനത് നിങ്ങളോട് പറയുക. അതുപോലെ നമ്മൾ മനസ്സും ഹൃദയവും എല്ലാം ശുദ്ധമായിട്ട്
മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം 1 രൂപയായാലും നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമുക്കുള്ളതിൽ പങ്ക് തോനെ വേണ്ട, ഉള്ളതുപോലെ ആർക്ക് കൊടുത്ത് അത് ആവശ്യമുള്ളവരെ കണ്ടറിഞ്ഞ്, അല്ലാതെ ആവശ്യമില്ലാത്തവരടുത്ത് സ്നേഹം നടിച്ച് അവർക്കൊന്നും കൊടുക്കണ്ട. ആവശ്യമനുസരിച്ച് കണ്ടറിഞ്ഞു ഒരു പുസ്തകമായാലും എൻ്റെ മകൾ പഠിക്കുന്ന കാലയളവിലല്ല, ഞാൻ ഇപ്പോഴാണത് ഇവിടെ പറയുന്നത്. ഞാൻ പുസ്തകങ്ങളോ ബുക്കുകളോ വാങ്ങിച്ച് 2 പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തി ഞാൻ എൻ്റെ മകൾക്ക് ബുക്ക് വാങ്ങിക്കുന്ന പോലെ 4 വാങ്ങിച്ച് ഞാൻ ഒരാൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. എൻ്റെ മകൾ LLB പാസ്സായി, ഇപ്പം അയാൾക്ക് SBI ജോലിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അച്ഛൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ട് നമ്മളെല്ലാം പാലിച്ച് നമ്മൾ ദൈവത്തോടടുത്ത് നിന്നാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും അമ്മയുടെ അപ്പൻ്റെ ഉണ്ടാവും. എനിക്ക് ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയാം. എന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, എൻ്റെ വണ്ടിയിൽ കിടക്കുന്ന കീ ചെയിൻ എന്ന് പറയുന്നത് ഞാൻ 2 വർഷം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച കൊന്തയാണ് ഞാൻ കീ ചെയിനായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊരു കീ ചെയിനും ഞാൻ എൻ്റെ ചാവിലിടാറില്ല. എൻ്റെ വിശ്വാസമാത്. എന്നെ എപ്പോഴും കൈത്താങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും കോടാനുകോടി നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഞാൻ അന്ന് മുതലേ തന്നെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും ബൈബിള് ഞാൻ കൊന്ത വായിക്കാറുണ്ട്. ബൈബിളാണ് എൻ്റെ വീട്ടിൽ തുറന്ന് വെച്ചിരിക്കുന്നത്. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിലും അതെടുത്ത് എനിക്കിപ്പോൾ കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട്, ഡോക്ടറെ ഒന്ന് കണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് എന്തെങ്കിലും വലിയ കാര്യങ്ങളാണ്. എന്നാലും എനിക്ക് ഒരിക്കലും എനിക്കൊരു ഡൗട്ട് തോന്നാറില്ല ഏത് കാര്യത്തിനും. എൻ്റെ വിശ്വാസം എൻ്റെ അപ്പനും അമ്മയും അത് സഹായിച്ചെന്നുള്ളൂ, അവരുടെ ജോലിയാണത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ സംശയത്തെ ഒന്നിനെയും കാണത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയമെന്ന് ഞാൻ കരുതുന്നത്. അതെൻ്റെ അല്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ആ ധൈര്യം എന്നിലേക്ക് അവർ തന്നിരിക്കുന്നതാണ്. ഞാനത് നിങ്ങളോടും പറയുന്നത് അത് തന്നെ ഉള്ളൂ. ഈ പ്രസ്ഥാനം ഇനി അടുത്ത തലമുറകളിലേക്കും, ഇനി നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഇനി വരുന്ന തലമുറകളിലേക്കും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാനും ഇവിടുന്ന് വന്ന് പ്രാർത്ഥിക്കാനും, അതുപോലെ തന്നെ ഇനി ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വം എന്താണെന്നറിയുവാനും ഒക്കെ ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരിലേക്കും അതുണ്ടാകാൻ ഞാൻ ദൈവത്തോട് 1000 പ്രാർത്ഥനയോടുകൂടി എൻ്റെ ആത്മീയ ജീവിതവും എൻ്റെ കുടുംബജീവിതവും ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ എൻ്റെ കുടുംബനാഥൻ നല്ല ആളായിരുന്നു. 3 വർഷമായി, സെപ്റ്റംബർ 13 3 വർഷമായി ദൈവസന്നിധിയിലേക്ക് പോയിട്ട്. പക്ഷേ ഞാൻ ഒരുപാട് ഡിപ്രസ്ഡായിരുന്നു. പക്ഷേ ഈ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം അത്ര നല്ലൊരു കുടുംബജീവിതമാണ് എനിക്ക് തന്നത് തമ്പുരാൻ. പക്ഷേ ജീവിച്ച കാലയളവെല്ലാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതിലാണ് പ്രധാനം. അല്ലാതെ എന്തിനു വേണ്ടി ജീവിച്ചു എന്നല്ല, നമ്മളെങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്നെല്ലാം എനിക്ക് ഒരുപാട് കൃപയും നന്ദിയും. ഞാൻ എപ്പോഴും ഇതിൽ ഞാൻ പറയാറുണ്ട്, എനിക്കത് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എനിക്കൊരു ക്രിസ്ത്യാനിയായി ജനിക്കാൻ പറ്റാത്തതിൽ ഞാൻ സത്യമായിട്ടും പറയുക. അതിന് എന്ത് പ്രശ്നമായാലും എനിക്ക് ഒരു ക്രിസ്ത്യാനിയായി ജനിക്കാനും പറ്റില്ല, മാമോദിസ സ്വീകരിക്കാനും പറ്റിയില്ല, ജ്ഞാനസ്നാനം ചെയ്യാനും പറ്റിയില്ലെന്നുള്ള ഒരു മനോവേദന എനിക്ക് എന്നും ഉണ്ട്. എന്നെ അമ്മ അതിന് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണത്തിന് മുമ്പ് അത് സാധിക്കുമെങ്കിൽ അത് നടക്കട്ടെ. അതല്ല, അടുത്ത ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു മകളായി ജനിക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക. നന്ദി പറയുക ഞാൻ അമ്മയ്ക്കും അപ്പനും. അവൻ എന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 91:15 വചനമാണ്. മകളൊരു പ്രത്യേക കാര്യം പറഞ്ഞത്, ഓരോ വ്യക്തികളും ചോദിക്കും എത്ര പ്രാവശ്യം ഉടമ്പടി എടുത്തു, എത്ര പ്രാവശ്യം ഉടമ്പടി പുതുക്കി, എത്ര നാൾ ഉടമ്പടിയിൽ നിന്നു എന്ന് ഓരോ വ്യക്തികൾ ചോദിക്കുമ്പോഴും എനിക്ക് പറയാവുന്ന ഒരേ ഉത്തരവുള്ളൂ, എത്ര പ്രാവശ്യം എന്നല്ല, എത്രമാത്രം സ്നേഹിക്കുന്നു എന്നാണ്. ഈശോയും അമ്മയോടും ചേർന്ന് നിൽക്കുന്നു എന്നാണ്, ഈശോയുടെ അമ്മയെ സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ നോക്കുന്നത്. ഞാൻ എത്രമാത്രം ഉടമ്പടി പുതുക്കുന്നു, എത്ര മാസങ്ങളാണ് എത്ര വർഷങ്ങളാണ് പോയെന്നല്ല നോക്കുന്നത്. ഞാൻ നോക്കുന്നത് എത്രമാത്രം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ്. ഒരു അക്രൈസ്തവയായ ഒരു സഹോദരിയുടെ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കും നമ്മുടെ വിശ്വാസത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ പലപ്പോഴും ഞാൻ 8 പുതുക്കി 6 പുതുക്കി, ഇനി പ്രാർത്ഥിക്കണോ, ദൈവമേ എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളൊരു സംശയം. പക്ഷെങ്കിൽ ഈ സഹോദരി പറഞ്ഞത്,
ഞാൻ എത്രമാത്രം പുതുക്കിയെന്നല്ല, എത്രമാത്രം പള്ളിയിൽ വന്നെന്നല്ല, എത്ര പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്നല്ല ഞാൻ നോക്കുന്നത്, ഞാൻ എത്രമാത്രം ഈശോയും അമ്മയെ സ്നേഹിക്കുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയെയും മനസ്സ് തുറന്ന് നമുക്ക് സ്നേഹിക്കാം. ഈ മകള് വേറൊരു കാര്യം പറഞ്ഞത്, പല പ്രാവശ്യം അപകടങ്ങളിൽ പെട്ടിട്ടും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളാണ് ഈ മകളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത്. ഒത്തിരി പ്രാവശ്യം അപകടത്തിൽപ്പെട്ടെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കാതെ ഈശോയും അമ്മയും കരങ്ങളിൽ സംരക്ഷിക്കുകയായിരുന്നു. ഈ മകളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മറ്റുള്ളവർക്ക് സഹായിക്കുകയും ചൊവ്വാഴ്ച ധ്യാനം കൂടുകയും മറ്റുള്ളവർക്ക് ആവശ്യമനുസരിച്ച് സഹായിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നീടുള്ള ഒരു അവസാനമായിട്ട് പറഞ്ഞ വാക്കാണ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണമെന്ന്. നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമാണ് ഈശോ നമ്മളെ വിളിച്ചതെന്നും നമ്മുടെ ഒരു സുവിശേഷ പ്രഘോഷണ ജോലി അതാണെന്നും നമുക്കറിയാം. പക്ഷെങ്കിൽ ഈ അക്രൈസ്തവ അമ്മകളുടെ വചനങ്ങൾ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനായിട്ട്, ഈശോയെ കൂടുതൽ അറിയിക്കാനായിട്ടും അറിയുന്നവരെ ആഴപ്പെടുത്തുവാനുമായിട്ടുമാണ് ഈ മകൾ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും പ്രതീക്ഷിക്കാം, നമ്മൾ ഒറ്റയ്ക്കല്ല. കൃപാസനം അമ്മയിലൂടെ നമുക്കും ദൈവത്തെ വിളിക്കാം. കഷ്ടത തരണം ചെയ്യാൻ സഹിഷ്ണുതയുള്ള ശക്തിയും ദൈവസാന്നിധ്യത്തിൻ്റെ ഉറപ്പും അമ്മ നമ്മുടെ കൂടെ നിന്ന് തരുന്നു. കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. ക്രൂശിന് കീഴിൽ നിന്ന അമ്മ നമ്മെയും ഈശോയിലേക്ക് നയിക്കട്ടെ. ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ, സ്നേഹത്തോടെ, ഭക്തിയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. സിന്ധു കൃഷ്ണനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.